ഓർക്കിഡിൻ്റെ വിത്താണ് ഇത്. കുഴിച്ചിട്ടാൽ പിടിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പൂപ്പൽ പോലെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കാറ്റത്തൊക്കെ പറന്ന് പൊട്ടിക്കിളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെടി ഞാൻ ഇന്നലെ നട്ടൊരു ചെടിയാണ്. ഈ ഭാഗത്തോട്ട് ഞാൻ എന്തുവരും ഇത് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ അതൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ ഇലച്ചെടികളെല്ലാം നമ്മൾ വെട്ടിക്കളയാൻ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെയൊക്കെ വേറെ ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വൃത്തിയാക്കുവാണ് കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു കോളാമ്പി പോലുള്ളൊരു ചെടിയാണ്. ഇതിങ്ങനെ കുറ്റി പോലാണ് നിൽക്കുന്നത്. നല്ല ഒരു വയലറ്റ് കളറാണ് ആ പൂവിന് ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വളമൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ ഈ മണ്ണ് തന്നെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ലോങ് വീഡിയോ ഇടണേന്ന്. അപ്പം ലോങ് വീഡിയോ ഇന്ന് ഞാൻ ഇടാൻ നോക്കുവാണ് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് കയറി കാണിയൊക്കെ വേണം കേട്ടോ. നമ്മൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ ഒരു കാവൽ ഇതിനകത്ത് എവിടെയോ അങ്ങ് അരി വീണ് കിളിച്ചാണ്. ഞാനെന്തായാലും ഒരു വള്ളി കെട്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. നമ്മുടെ ഞാൻ നേരത്തെ കൊണ്ട് നട്ട ചെടിയൊക്കെ നല്ല രീതിയിൽ കിളിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാണ്ട് ഇതിനകത്തൊരു സൂര്യാന്തിയുടെ കൂട്ടുള്ളൊരു പൂവാണ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പൂവൊക്കെ ആകുമ്പോൾ നമുക്ക് കാണിക്കാം. പിന്നെ എനിക്കൊരു ഇതുണ്ട് അഡീനിയ, അത് ഞാൻ ഒരു സമയത്ത് ഞാൻ വെട്ടിയിട്ട് പിന്നെ പൊട്ടിക്കിളിച്ചതായിരുന്നേ. റോസ് പൂവാണ് ഇതിനകത്തുണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ വിത്ത് അടിയിൽ അതിൻ്റെ ചുമട്ടിൽ നിന്നൊക്കെ പൊട്ടിക്കിളിച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല, നമ്മളൊരു മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കസ്കസ്. നേരത്തെ ഇതിനകത്തുനിന്ന് ഞാൻ കസ്കസ് എടുത്തെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുനിന്നാണ് നമ്മൾ കസ്കസ് എടുക്കുന്നത്. പക്ഷേ ഇതിനകത്തും കസ്കസിൻ്റെ കൂട്ടുള്ളൊരു വിത്താണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തുളസി നല്ല കസ്കസ് എടുക്കുന്നത്. അപ്പം ഇത് നല്ല മണമാണ് ഇതിന് കേട്ടോ, നല്ല മണമാണുള്ളത്. അപ്പോൾ ഈ ഓർക്കിഡാണ് ഫസ്റ്റിലത്തെ ഓർക്കിഡ് തൈ ഞാൻ കൊണ്ട് നടുന്നത്. ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യമായിട്ട് കൊണ്ട് നടുന്ന ഓർക്കിഡായിരുന്നു. ഇവിടെയുള്ളൊരു അമ്മയാണ് എനിക്കിത് തന്നത്. ആ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓർക്കിഡ് കൊണ്ട്. ഈ വശത്തുള്ള എല്ലാ ഓർക്കിഡും ആ അമ്മയുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് തന്നത്. ഇതിനകത്തു നിന്നാണ് ഞാനിപ്പോൾ കുറേ വിത്തുകൾ പൊട്ടിച്ച്. അപ്പോഴും ഞാൻ ഇതൊരു ഓർക്കിഡ് ചെടി ഇതിനകത്തു നിന്നാണ് നമ്മൾ എടുത്തത്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് കുറേ, ഇത് കല്യാണ സൗഗന്ധികം, ഇത് നമ്മുടെ നന്ദ്യാർ വട്ടം. അപ്പോൾ ഇതിനകത്ത് ഈ ചെടികളെല്ലാം ഇങ്ങനെ ഞാൻ നട്ടിട്ടുണ്ട്. ആ ഓർക്കിഡ് ചെടിയുണ്ട് ഇങ്ങനെ ഞാൻ നട്ടിട്ടുള്ളത് ഒക്കെ ഇതാണ്. പക്ഷേ അതിനകത്ത് ഞാൻ പിന്നൊരു അഡീനിയുടെ ഒരു കമ്പ് കിട്ടി, അതുകൊണ്ട് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഈ പൂവെന്ന് പറഞ്ഞാൽ ചുമന്ന പൂവാണ് അഡീനിയ നമുക്ക് കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഒരു കമ്പാണ് ഞാൻ കൊണ്ട് വെച്ചേക്കുന്നത്. കിളിക്കുമോന്ന് നോക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ എനിക്ക് ഈ ചെടിയുടെ ഒന്നുമല്ലോ എപ്പോഴും പറയുന്നൊരു ചെടിയായിരുന്നു. ഓർക്കട്ടെ പറയാം. പിന്നെ ഇങ്ങനെ ഈ ഓർക്കിഡെല്ലാം അതിൽ നിന്ന് വിത്തെടുത്ത് നട്ടതാണ്. ഇതൊക്കെ ഞാൻ അങ്ങനെ നടുന്നതാണ്. ഇതൊക്കെ നമ്മൾ കൊണ്ട് നട്ടതാണ്. പിന്നെ നമ്മുടെ ചുന്തിരി അവിടെ കിടപ്പുണ്ട് കേട്ടോ, അവളെ അവിടെ ഞാൻ കൊണ്ട് കിടത്തിയേക്കുന്നത്. പിന്നെ ഇതൊരു തെറ്റി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടെയൊക്കെ. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഞാനിങ്ങനെ ഈ ഭാഗത്തൊക്കെ കാട് പറിച്ച് കളഞ്ഞിട്ട് ഈ ഭിത്തിപ്പുറത്താണ് ഈ ചെടികളൊക്കെ ഞാനിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് ചെടിയുടെ ഒരു ഇനമാണ് ഈ ചെടി കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ കുപ്പിയിലൊക്കെ ചെടി ഇങ്ങനെ കുനിച്ചിങ്ങനെ വെച്ചേക്കുന്നത് വെച്ചാൽ ഇതിങ്ങനെ കിളിച്ചിറങ്ങാനാണ്. എന്നൊരു ഭിത്തിയിലോട്ട് കിളിച്ചിറങ്ങിക്കോളും പിന്നെ നമ്മുടെ ഞാൻ മുമ്പൊരു വീഡിയോ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ആന്തൂറിയത്തിൻ്റെ ഒരു തൈ കൊണ്ട് നട്ടതുകൊണ്ട് നല്ല രീതിയിൽ അത് കിളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ മണ്ണും പിന്നെ ആട്ടിൻ കാഷ്ടം, എല്ലുപൊടിയും, എൻ്റെ കൈവശത്തിരുന്ന എല്ലുപൊടിയും, പിന്നെ നമ്മുടെ മറ്റു വളമുണ്ടല്ലോ, എന്താണ് അതിൻ്റെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ആ ഒരു വളവും എല്ലാം കൂടെ ചേർത്ത് മണ്ണ് മിക്സാക്കിയിട്ട് ഇതിൻ്റെ വട്ടം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നലെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഇവിടെ ഇതൊരു നിത്യകല്യാണി. ഇത് വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളയും പച്ചയും കൂടെ കലർന്നൊരു ഇനമാണ് കേട്ടോ. വെള്ളയും പച്ചയും കൂടെ കലർന്നതെന്ന് കറക്റ്റ് വെള്ളയല്ല, ഇളം പച്ച നിറമുണ്ട് അതിൽ കേട്ടോ. അത് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും. കറക്റ്റ് വെള്ളയല്ല ഇത് കണ്ടോ.
ഒരു വെള്ളയും പച്ചയും കൂടെ കലർന്നൊരു ചെറിയൊരു കളർ. അതൊക്കെ തന്നെ ഉണ്ടായതാണ് ഇതൊക്കെ. ഇത് പിന്നെ നമ്മുടെ ചൈന ബോൾസും ഞാൻ നട്ടതാണിത്. പിന്നെ ഞാൻ നട്ടിട്ടുള്ള കമ്പുകളാണ്. ഇതൊരു ബെറ്റോണിയ എന്ന് പറഞ്ഞ ചെടി എനിക്ക് കിട്ടിയത് ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ളതാണ്. അത് കിളിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് സിന്ധു ചേച്ചി ചേച്ചി തന്നതാണ്. പിന്നെ ഇത് വേറൊരു ചൈന ബോൾസ്. ഇതൊരു വേറൊരു ചൈന ബോൾ. ഇതിൻ്റെ കൂട്ടുള്ള പൂവാണെങ്കിലും ഇത് വെള്ള പൂവാണ്, വലുതാണ്. ഇത് ഇന്നലെ ഞാൻ മണ്ണൊക്കെ നിറച്ച് ഞാൻ നട്ടതായിരുന്നു. ആ ചെടി തീർന്നപ്പം എനിക്ക് ഈ ഒരു കമ്പ് കൊണ്ട് നട്ടുണ്ടായതായിരുന്നു അത്രയും. എന്നിട്ട് പൂവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്തെ കമ്പുകളെല്ലാം വാടിപ്പോയ സമയം കൊണ്ട് അത് എടുത്തിട്ട് ഞാൻ അതിൽ കുത്തി വെച്ചിട്ട് പിന്നെ ആ ബാലൻസൊക്കെ എടുത്ത് കളയും. ഇത് നമ്മുടെ പരുന്തിൻ്റെ ഇലയുള്ളൊരു ചെടിയുണ്ടല്ലോ, അതാണ്. ഇത് ഞാൻ കപ്പിനകത്ത് നട്ട് ഇവിടെയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഓർക്കിഡ് അതിൽ നിന്ന് വിത്തെടുത്ത് നമ്മൾ നട്ട ഓർക്കിഡുകളാണിത്. ഇത് പിന്നെ ഇവിടെ ഞാൻ വിചാരിച്ചു ഇവിടെ റൗണ്ടിന് നമുക്ക് ചെടി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഇവിടെ വൃത്തിയാക്കിയിട്ട് ചെടി നടാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മുടെ പഴയ കട്ടയാണ് കേട്ടോ. ആ കട്ടയെല്ലാം മഴ പെയ്ത സമയത്ത് പന്നലായി പോയപ്പോൾ ആ മണ്ണെല്ലാം കൂടെ വാരി ഞാൻ ഇവിടെ എടുത്തിട്ടിട്ട് ഇതിനി റൗണ്ടിനാക്കണം. ഇത് ഇച്ചിരി പണിയുണ്ട്, ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓർക്കിഡിൻ്റെ തൈയാണ്. ഇത് പിന്നെ എൻ്റെ മോള് കൊണ്ട് തന്നെയാണ്. അവിടെ ഒരച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് ഈ പ്ലാവിൽ വെച്ചിട്ടുണ്ട്. പ്ലാവിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്നൊരു വിത്തെങ്ങാനും പൊട്ടുന്ന സമയത്ത് നമുക്ക് വള്ളം ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. വന്നിരിക്കുന്നു ആ കച്ചിമൂൾ ഇവിടെ വന്നിരിപ്പുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ പറിച്ചുകൊണ്ട് വെച്ചാണ്, നട്ടില്ല. ഇത് നമ്മുടെ ചേമ്പിൻ്റെ ചെടിയാണ്. ഞാൻ നേരത്തെ നട്ട ചേമ്പ്, ഇതേ സൈസിലെ ചേമ്പ്, അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ അത് പട്ടുപോയി. അപ്പം ഞാൻ ഇന്നലെ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ചെറിയ വിത്തൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ട അപ്പോൾ എനിക്ക് ചട്ടി മേടിക്കണം. ചട്ടി മേടിക്കാൻ ഇരിക്കുവാണ്. അത് ചട്ടിയൊക്കെ മേടിക്കുകയാണ്. ചെടി ഇത് കണ്ടോ, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞിതായിട്ട് പിടിച്ച് വന്നത്. ഇപ്പോൾ അത് കണ്ട് ഒരെണ്ണം ഇതിനകത്ത് താഴെ വീണുമായിരുന്നു. അത് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അത് പറിച്ചതല്ല, തന്നെ അടന്ന് വീണതായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് വന്നിട്ട് പിന്നെ പഴയ ഒരു കവറിനകത്ത് ചെടി ഇരുന്നൊരു കവറാണേ. അപ്പോൾ ഈ കവറിനകത്ത് ഞാൻ മണ്ണ് ഇതെല്ലാം മിക്സാക്കി ഇട്ടേക്കുന്ന മണ്ണാണ് കേട്ടോ. ആട്ടിൻ കാഷ്ടം എല്ലാം കൂടെ മിക്സാക്കി ഇട്ടേക്കുന്ന എല്ലാം വളവും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്തിരുന്ന മണ്ണ് ഇതിനകത്ത് തട്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇളക്കിയിട്ടാണ് ഇത് നടാൻ പോകുന്നത് കേട്ടോ. ഒരു കവറായിരുന്നു. ഇതിൻ്റെ ചെടിയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഒരു സപ്പോർട്ട് കൊടുക്കണം. അതിനൊരു കമ്പെടുക്കുന്നുണ്ടെന്ന് നമുക്ക് കെട്ടി കൊടുക്കും. നമ്മളിത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന് നമുക്ക് അവിടോട്ട് വെക്കാം. നമുക്ക് ചേമ്പിൻ്റെ കാശ് നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത നമുക്ക് എടുത്തുണ്ടെന്ന് ഇവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ ആയിരുന്നേ, ഇവിടെ ആയിരുന്നു വെച്ചത് കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് മാറ്റണമെന്ന് വിചാരിച്ച് ഞാൻ വെക്കുവാണേ. നമുക്ക് അവിടെ ഇരുന്നപ്പോൾ നമുക്കൊരു ചെടി ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഈ ചട്ടി മേടിച്ചിട്ട് വേണം ഇതെടുത്ത് മാറ്റി നടാനായിട്ട് കേട്ടോ. ഇതിനകത്തൊരു വെള്ള പൂവാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ പേരൊന്ന് അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തരണം. അതെ, ഈ ഒരു ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ പേരെന്താ. അതിൻ്റെ ഒരു ഇനമാണ് ഞാൻ നട്ടേക്കാണ്ട്. ഈ ഒരു ചെടിയുടെ പേരറിയാവുന്നവരെനിക്ക് കമൻറ്റിൽ പറയണേ. അതിന് ചെറിയ ഇലയുള്ളൊരു ചെടിയാണ്. അതിൻ്റെ പല സൈസുണ്ട്. നമ്മളൊരു കൊഞ്ചുവളത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. ആ വീഡിയോ ഇട്ട് ആ കൊഞ്ചുവളം ഇട്ട ശേഷമാണ് ഇതിന് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു 365 ദിവസവും പൂവുണ്ടാകുന്നൊരു ചെടിയാണിത്. അപ്പോൾ അതിനകത്ത് ആ വളം കൂടെ വിട്ടപ്പോഴത്തേനും നല്ല രീതിയിൽ പൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ
കുറേ ചീരച്ചെടിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളവരറിയാം. ഇവിടെ ഇങ്ങനെ മൊത്തവും ചീരച്ചെടിയായിരുന്നു. അത് മൊത്തവും ഞാൻ എടുത്തു കേട്ടോ. എടുത്തിട്ട് നമ്മൾ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നമ്മുടെ ഒരു ഓർക്കിഡ് ഉണ്ടല്ലോ, ഇതിന് ഇച്ചിരി വളം ചെയ്യുമ്പോൾ ഇതിനകത്ത് പൂ ഉണ്ടാവും. അന്നേരം ഞാൻ ഇതിനകത്ത് വെള്ളം നിറച്ച് എപ്പോഴും കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇറ്റിറ്റ് വെള്ളം ഇങ്ങനെയാണ് ഇപ്പോഴും ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ട് കണ്ടേ. ദിവസം നമ്മൾ ഒഴിച്ച് കൊടുക്കും. അത് ഇറ്റിറ്റ് വീണാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഡാലിയ ഒരു ചെടിയാണ്. ഈ ഡാലിയ ചെടി വേറൊരു കമ്പാണ് ഞാൻ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചത്. അതിൻ്റെ മണ്ട ഒടിഞ്ഞു പോയ ഒരു കമ്പായിരുന്നു. ഇത് വേറൊരു കമ്പ് ഞാൻ നട്ട് പിടിപ്പിച്ചതാണ്. അത് ഞാൻ കമ്പൊക്കെ വെച്ച് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്തിടുന്ന മീനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് മീൻ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ആമ്പലുണ്ടായിരുന്നല്ലോ, ആ ആമ്പൽ ഇതിനകത്തുനിന്ന് എങ്ങനെയോ അത് പന്നലായും തോന്നുന്നു. ഇപ്പം പിടിക്കുന്നില്ല. ഈ ഒരു പൂ മാത്രമേ നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു പൂപ്പി ആമ്പൽ കൊണ്ടിട്ട ശേഷമാണ് ഈ ഇതിനകത്ത് ശരിക്കും മീനുണ്ടായിരുന്ന മീനെല്ലാം ഇപ്പം കാണുന്നില്ല കേട്ടോ. ഒന്നിനെയും കാണുന്നില്ല. പിന്നെ ശരിക്കും വിത്തുണ്ട് കേട്ടോ. ആമ്പലിൻ്റെ വിത്ത് കണ്ട് ഇഷ്ടം പോലെ ഇതിനകത്ത് കിടപ്പുണ്ട്. അത് ഞാൻ മാറ്റി ഒരു ആമ്പലിടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് പാത്രം മേടിച്ചിട്ട് നമുക്കത് നമ്മുടെ ചെടികൾ കണ്ട് ഇന്നലെ ഞാൻ നട്ടതാണിത്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കലങ്കോട്ടി ചെടി കണ്ട, കലങ്കോട്ടി ചെടിയിൽ പൂ ഉണ്ടാവാതിരുന്നിട്ട് പിന്നെ ആദ്യം കൊണ്ട് നട്ട ശേഷം 2-3 പൂ പിടിച്ചിട്ട് പിന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പം നിറയെ മുട്ടുകളായി വന്നിട്ടുണ്ട്. നിറയെ മുട്ടുകളും ആണ്ട് പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ വിരിയാനുള്ള മുട്ടുണ്ട്. കണ്ട ഇവിടെ 2 പൂവിന് വിരിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ വെറുതെ മണ്ണൊക്കെ നീക്കി കൊടുത്തിട്ടേ ഉള്ളൂ. വേറെ വളങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ചെടി ഇതൊക്കെ നിൽക്കുന്ന ഒരു എന്താ പറയുക, അവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ചേമ്പിൻ്റെ പ്രശ്നമാണ്. തണലത്താണ് തിരിക്കേണ്ടത്. ഞാനിങ്ങോട്ട് വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെടിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചേമ്പ് ചെടിയിൽ പിന്നെ എന്നും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെയിലത്ത് നട്ടിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാനാണ് തീരുമാനം. അതുകൊണ്ട് ഈ ഒരു ചേമ്പിൻ്റെ ചെടിയുണ്ട്, ഇതൊക്കെ അങ്ങ് പട്ടുപോയി. ഇതിനകത്തൊരു 4 മണിച്ചെടിയുടെ വിത്ത് കൊണ്ട് പാവിയതാണ്. അതിൻ്റെ മഞ്ഞയാണ്. അത് അതിനകത്ത് ഇരുന്ന് കിളിച്ച്. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പം ഇത് ഇവിടെ ഇരുന്ന് നോക്കാം. പറയാൻ കാരണം ഇതിൻ്റെ വേറൊരു ഇനമുണ്ട്. അത് നമ്മുടെ കൈവശം നമ്മുടെ ആ ചെടി ഇത് കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മോള് സമ്മതിക്കത്തില്ല. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലിൽ കയറി കാണണം കേട്ടോ. അപ്പോൾ ഇത് ചൂടത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലാവുന്നൊരു ഭയമുണ്ട്. ഇത് എവിടെ വെക്കണമെന്ന് ഞാനിങ്ങനെ ഒരു കൺഫ്യൂഷൻ ചെയ്യുന്നത് ഉണ്ടല്ലേ. ഇന്നലെ ഒരു ഓർക്കിഡ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നേ. അതേ ഒരു പഴയൊരു പാത്രത്തിനകത്ത് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നേ. എല്ലാം കിളിച്ച് കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മുടെ എന്താ പറയുക, കാക്കാശിമുളകൊക്കെ പിന്നെയും വന്ന് അതൊക്കെ വന്ന് കിടക്കുന്നത്. ചാടിപ്പോവാം. പിന്നെ നമ്മുടെ കമ്പിനകത്ത് വെച്ചിരിക്കുന്ന ചെടി ഇതിൻ്റെ പൂ വിരിയുമ്പോൾ ഞാൻ കാണിക്കാം. നല്ല വയലറ്റ് കളറിലെ പൂവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ഇതിങ്ങനെ എന്തോരം കമ്പ് വെച്ച് കുത്തി ഇലച്ചെടിയൊക്കെ നിൽക്കുന്നുണ്ട്. വടിയുടെ വാ ടാറ്റാ വാ വാടി.
കണ്ടോ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ? ഈ ചെടി ഞാൻ വിചാരിച്ചു എൻ്റെ ഗാർഡനിൽ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ കണ്ടപ്പം കൊള്ളാം. ഞാനത് ഇപ്പം തന്നെ കയ്യോടെ പറിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച് നടുന്ന കലങ്കോട്ടിയുടെ ഒരു ഇനമാണിത്. പക്ഷേ ഇത് നമ്മൾ പണ്ടൊക്കെ നാട്ടിൻപുറത്തൊക്കെ നമുക്കുള്ള ഒരു ചെടിയാണിത്. തിരുവരുവിനൊക്കെ നമ്മൾ കണ്ടിട്ട് നമുക്കിത് നടാം. കണ്ടോ, ചെറിയ കലങ്കൊട്ടിയുടെ പൂവാണ്. കണ്ടോ, ഇലയെല്ലാം ഒരേ രീതിയിലാണ്. കണ്ടോ, അപ്പോൾ ഈ പൂ ഞാൻ കണ്ടപ്പോൾ എടുത്ത് കാലൊക്കെ ഇതിനകത്ത് നടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതായില്ലേ, നമുക്ക് ഇതിനകത്ത് ഗ്രോ ബാഗിൻ്റെ കൂട്ട് നമുക്ക് ആ കവറിനകത്ത് മണ്ണ് നിറച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിനെ അങ്ങോട്ട് താത്തി വെക്കുവാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്തുനിന്നൊക്കെ നമുക്ക് ഈ വഴിയോരത്തൊക്കെ കിട്ടുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് നടണം കേട്ടോ. എന്ന് വെച്ചാൽ പൂക്കൾ നോക്കിയാൽ മതി. നമ്മൾ ആ പൂവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും നോക്കിയില്ലെങ്കിൽ ആ പൂവിനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഗാർഡനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭംഗിക്ക് നമുക്ക് കിട്ടും. നമ്മൾ വില കൊടുത്ത് നമ്മൾ മേടിക്കത്തില്ല, നല്ല നമ്മൾ മേടിക്കും. എന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നട്ട് പോകണം കേട്ടോ. കണ്ടുണ്ടോ? അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എൻ്റെ ഗാർഡനിൽ ഞാൻ ചെറിയൊരു കലങ്കോട്ടി കൊണ്ട് നട്ടിട്ടുണ്ട്. കാട്ടു കലങ്കോട്ടി എന്ന് പറയും അതിന്. അപ്പോൾ ഞാൻ അതും കൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കയറി കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് കയറി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കയറി നോക്കി ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കാണണം കേട്ടോ.